ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഹാഫ് കെ ജി ഫഡ്ജി ബ്രൗണിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും 40 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും കൂടി നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് മെൽറ്റ് ആവുന്ന ടൈം കൊണ്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാനിവിടെ അതായത് ബട്ടർ പേപ്പറിന് പകരമായിട്ട് ബാച്ച്മെൻറ്റ് പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബാച്ച്മെൻറ്റ് പേപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വേഗം അടിയിൽ പിടിക്കില്ല കേട്ടോ, ബട്ടർ പേപ്പർ പോലെ. അതുമല്ലാതെ നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാച്ച്മെൻറ്റ് പേപ്പർ കട്ട് ചെയ്തിട്ട് ബാറ്ററിലേക്ക് വീഴാതിരിക്കാനായിട്ട് ക്ലിപ്പ് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിവിടെ ഷുഗർ എടുക്കുന്നുണ്ട്. ഷുഗർ ഞാനിപ്പോൾ ഇവിടെ ഹാഫ് കപ്പാണ് എടുക്കുന്നത്. ഹാഫ് കപ്പിൽ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പ് എടുത്ത് നന്നായി പൊടിച്ചിട്ട് വരാം കേട്ടോ. പിന്നെ ഞാനിവിടെ മൈദ എടുക്കുന്നത് 1/4 കപ്പ് മൈദയാണേ. വേറെ ബ്രൗണികൾക്ക് മൈദൻ്റെ അളവ് കൂടുതലാണ്, എന്നാൽ ഫഡ്ജി ബ്രൗണിക്ക് മൈദൻ്റെ അളവ് കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ടിട്ട് ഞാൻ കൊക്കോ പൗഡർ ഡാർക്ക് കൊക്കോ ആണ് എടുത്തിട്ടുള്ളത്. അത് 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൊക്കോ പൗഡറിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണേ. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ, ടീസ്പൂണല്ല. പിന്നെ ആരും പറയാത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡർ. ഇവിടെ നമ്മൾ 1 kgക്കാണെങ്കിൽ 1 പാക്കറ്റ് ഇടണം കേട്ടോ. ഞാൻ ഹാഫ് kg ആയതുകൊണ്ട് 1 പാക്കറ്റിൻ്റെ പകുതിയാണ് ഇടുന്നത്, അതായത് 2 രൂപയുടെ പാക്കറ്റ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ചലിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റേജിൽ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ച ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായി ആ ബട്ടറും ചോക്ലേറ്റും നന്നായി മിക്സ് ആവുന്ന രൂപത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. ഇനി ഈ സ്റ്റേജിൽ ഞാനിവിടെ ഹാഫ് kgക്ക് 2 എഗ്ഗാണ് എടുക്കുന്നത്. എഗ്ഗ് വളരെ ചെറുതായതുകൊണ്ടാണ് കേട്ടോ 2 എഗ്ഗ് എടുത്തത്. നിങ്ങളുടെ അടുത്ത് വലിയ എഗ്ഗാണെങ്കിൽ നിങ്ങൾ 1 എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് 2 എഗ്ഗും കൂടി ഇട്ടതിന് ശേഷം അതായത് മുട്ടൻ്റെ സ്മെല്ല് ഇല്ലാതിരിക്കാനായിട്ട് 1 പിഞ്ച് സോൾട്ടും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. 1 എന്നുള്ള സ്പീഡിലാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. നമുക്കിത് മിക്സ് ചെയ്യാവുന്നതാണ്, പക്ഷേ നമുക്കതിന് കൂടുതൽ ടൈം എടുക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ബീറ്ററിൽ മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ പരുവം എന്താണെന്ന് വെച്ചാൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ഓഫ് വൈറ്റ് കളറിൽ വരണേ. അത് നിങ്ങൾക്ക് നോക്കാൻ അറിയില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ആ എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം എഗ്ഗ് ഒന്ന് നമുക്ക് അടിഭാഗത്ത് ഒന്ന് തൊട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും തരികളില്ല, ഭയങ്കര സോഫ്റ്റാണ്. മുട്ട മാത്രമേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഈ സ്റ്റേജിൽ നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ ഫാസ്റ്റിൽ മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് നന്നായി അതായത് എഗ്ഗും ചോക്ലേറ്റും നന്നായി മിക്സ് ആയതിനു ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 2 തവണയായിട്ടാണ് ചേർത്ത് കൊടുത്തത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലായിരിക്കണം കേട്ടോ അങ്ങനെ നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബാക്കി വന്ന ബാറ്ററും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് സ്പീഡ് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ചെയ്ത ബാറ്റർ നമുക്ക് ബട്ടർ പേപ്പറിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ടിന്ന് വെച്ചിട്ടുണ്ടല്ലോ, ബട്ടർ പേപ്പർ വിരിച്ച് വെച്ച ടിന്നിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു ബിസ്കോ സ്ക്യൂവറോ വെച്ച് നന്നായി ഒന്ന് വരഞ്ഞു കൊടുക്കാം. എയർ ബബിൾസ് എല്ലാം പോവാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 3-4 ടൈം നന്നായി ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേഷനായിട്ട് ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും നട്ട്സ് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 200 ഡിഗ്രിയിൽ ബേക്കിങ്ങിൻ്റെ ഓവൺ സെറ്റപ്പിൽ വെച്ചിട്ട് 25 മിനിറ്റ് ഞാനൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 25 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് കുത്തി കൊടുക്കുന്ന സമയത്ത് ഇതാണ് കേട്ടോ ഇതിൻ്റെ പരുവം. ജസ്റ്റ് ആ കോലിൽ ചെറുതായി ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവം വരണം കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫഡ്ജി ബ്രൗണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ 9 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിനി ബൈറ്റായിട്ടും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. ആരും മിസ് ചെയ്യരുത്, അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ കോഫി പൗഡർ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഞാനിത് ഗാർണിഷ് ചെയ്യാനായിട്ട് വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടി ഞാൻ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.